ഒരു ഗ്രാമത്തില് ഒരു മരം വെട്ടുകാരനുണ്ടായിരുന്നു. വളരെ ദരിദ്രനായ ഒരു മരം വെട്ടുകാരൻ. ഇങ്ങനെ കാട്ടിലൊക്കെ പോയി വിറക് വെട്ടി കൊണ്ടുവന്ന് അതിൽ നിന്ന് പണം കണ്ടെത്തുന്ന ഒരാൾ. ചെറിയൊരു കുടിലൊക്കെ ആയിട്ട് അങ്ങനെ കഴിയാണ്. ഒരു ദിവസം വനത്തിന്റെ ഉള്ളിലേക്ക് ഇയാൾ പോയി. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ആറിന്റെ തീരത്ത് ഒരു ഗുരു വളരെ ശാന്തനായി സന്തോഷത്തോടെ മെഡിറ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ആകർഷണം തോന്നി. ഗുരുവിന്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ ഗുരു ചോദിച്ചു, എന്താണ് നിന്റെ പ്രശ്നം? ഈ മരംവെട്ടുകാരൻ പരാതികളുടെ കെട്ടങ്ങഴിച്ചു വിട്ടു. എനിക്ക് അതില്ല, എനിക്ക് പണമില്ല, എനിക്ക് വീടില്ല, സൗകര്യങ്ങളില്ല, എൻ്റെ കയ്യിലാകെ ഈ കോടാലിയുണ്ട്, ഞാനിങ്ങനെ മരം വെട്ടി ചെറിയ ചെറിയ പണമാണ് എനിക്ക് കിട്ടുന്നത്, അതുകൊണ്ടൊന്നും എനിക്ക് ഒരു സന്തോഷവും കിട്ടുന്നില്ല. അങ്ങനെ കുറേ പരാതികൾ അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു. ഈ ഗുരു എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവിടെ സമീപത്ത് നിന്ന് ഒരു ചെറിയൊരു കല്ല്, ഒരു പാറക്കല്ല് എടുത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഇതൊരു മാന്ത്രിക കല്ലാണ്. നീ ഇത് കൊണ്ടുപോയിട്ട് രാത്രിയാകുമ്പോൾ നീ ഉറങ്ങാൻ ആകുന്ന സമയത്ത് നിന്റെ വലത്തെ കയ്യില്, ഉള്ളം കയ്യില് ഈ കല്ല് മുറുക്കി പിടിക്കുക. എന്നിട്ട് ഇന്നത്തെ ദിവസം നിനക്ക് സംഭവിച്ച നല്ല കാര്യങ്ങൾ മനസ്സിൽ ഓരോന്നായി കൊണ്ടുവരിക. അതിന് നീ നന്ദി പറയുക. മനസ്സറിഞ്ഞ് ഫീൽ ചെയ്ത് നന്ദി പറയുക. ഇതാണ് നിനക്കുള്ള ടാസ്ക്, അല്ലെങ്കിൽ നിനക്കുള്ള പ്രതിവിധി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു ചെറിയ പാറക്കഷ്ണം എടുത്തു കൊടുത്തു. ഈ മരം വെട്ടുകാരൻ എന്തായാലും അത്രയും വലിയ ഒരു ഗുരുവാണല്ലോ തന്നത്. അദ്ദേഹം ഇതുമായി വീട്ടിൽ പോയി. സാധാരണ പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. രാത്രിയാവുമ്പോൾ വളരെ പ്രഷ്യസ് ആയിട്ട് ഈ കല്ലെടുത്ത് കയ്യിൽ പിടിച്ച് അദ്ദേഹം ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങി. എനിക്ക് ചെറിയൊരു കുടിലുണ്ടല്ലോ, എനിക്ക് ചെറിയൊരു കോടാലിയുണ്ട്, അതുകൊണ്ട് എനിക്കൊരു ഉപജീവനം കണ്ടെത്താൻ കഴിയുന്നുള്ളൂ. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഓരോ ദിവസം അദ്ദേഹത്തിന്റെ ഗ്രാറ്റിറ്റ്യൂഡുകൾ ഇങ്ങനെ കൂടിക്കൂടി വന്നു. ഈ ടാസ്ക് ഇദ്ദേഹം മുടങ്ങാതെ ചെയ്തു. എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ആളുകൾക്കെല്ലാം ഭയങ്കര ഇഷ്ടം തോന്നുന്നു. അദ്ദേഹത്തിന് കൂടുതലായിട്ട് ജോലികൾ കൊടുക്കുന്നു. ഒരുപാട് പറയുന്നതിലധികം കൂലി കൊടുക്കുന്നു. അങ്ങനെ അങ്ങനെ ഗ്രാജുവലി ഇദ്ദേഹം ഭയങ്കര ധനവാനായിട്ട് മാറുകയാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ് ഒക്കെ വേറെ ലെവലിലേക്ക് മാറി. സഹായിക്കാനൊക്കെ കുറെ സ്റ്റാഫുകളും, അങ്ങനെ മൊത്തത്തിൽ അദ്ദേഹം വലിയൊരു സമൃദ്ധിയിലേക്ക് മാറി. വീടൊക്കെ നല്ല ഇഷ്ടത്തിന് പണി കഴിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം പരാതി പറഞ്ഞ എല്ലാ സംഭവങ്ങളും മാറി, സിറ്റുവേഷൻ മാറി. അങ്ങനെയാണ് അദ്ദേഹം ഓർത്തത്, തനിക്ക് ഈ മാന്ത്രിക കല്ല് സമ്മാനിച്ച ഗുരുവിനെ കാണണ്ടേ, വിശേഷം പറയണ്ടേ. അങ്ങനെ വീണ്ടും അദ്ദേഹം പഴയ വനത്തിന്റെ ഉള്ളിലേക്ക് പോയി. ഗുരുവിനെ കണ്ടു. വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, ഒരുപാട് നന്ദിയുണ്ട് ഗുരു, അങ്ങ് തന്ന ആ മാജിക് റോക്ക്, അത് എൻ്റെ ജീവിതം ആകെ മാറ്റിമറിച്ചു. ഇപ്പോഴത്തെ മുഴുവൻ അവസ്ഥകളും ഗുരുവിനോട് പറഞ്ഞു. ഗുരു ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അത് ഞാൻ ഈ മണ്ണിൽ നിന്ന് എടുത്ത വെറും ഒരു കല്ലാണ്, സാധാരണ കല്ലാണ്, അതിലൊരു മാജിക്കുമില്ല, ഒരു പ്രത്യേകതയുമില്ല. അപ്പോൾ ഇദ്ദേഹം, ഒരു പ്രത്യേകതയും ഇല്ലാത്ത ഒരു കല്ലാണോ എൻ്റെ ജീവിതം മാറ്റിമറിച്ചു? ഗുരു വിശദീകരിച്ചു കൊടുത്തു, ആ കല്ലിനോടൊപ്പം ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യം നീ ഓർക്കുന്നുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. നിന്റെ മനസ്സ് നിറയെ പരാതികളായിരുന്നു നിനക്ക്. അപ്പോ ഈ നന്ദി നീ അത് കല്ലിന്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്തപ്പോ നിന്റെ പരാതി ഭാവം മാറി. നിനക്കുള്ളതിന്റെ ഓരോ നന്മകളും തിരിച്ചറിയാൻ തുടങ്ങി. അതിലേക്ക് നീ നന്ദി കൊടുത്തപ്പോഴാണ് ഈ
മുഴുവൻ സമൃദ്ധിയും നിന്നെ തേടിയെത്തിയത്. അങ്ങനെ കഥ അവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ ജീവിതത്തിലെ ഈ മാന്ത്രിക കല്ല് എവിടെയാണ്?